സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രകല എസ് കമ്മത്തിന്റെ നോവൽ ഭിക്ഷ, അധ്യായം 16. പാതി തുറന്നു കിടന്ന ജനലിലൂടെ അകത്തേക്കൊഴുകി വരുന്ന നിലാവെളിച്ചത്തിൽ ചാവടി മുറിക്കകം വ്യക്തമായി കാണാം. സീമന്തിനി ഉറക്കം കാത്ത് അസ്വസ്ഥയായി കിടന്നു. മുറിയിൽ തളം കെട്ടിയ നിശബ്ദതയുടെ ജീവൻ എന്ന പോലെ തൊട്ടടുത്തു നിന്നും അമ്മയുടെ കനത്ത ഉച്ഛ്വാസ നിശ്വാസങ്ങൾ കേൾക്കാം. അമ്മ ഇന്ന് സുഖമായി ഉറങ്ങുകയാണ്. വല്ലപ്പോഴും മാത്രം അമ്മയ്ക്ക് കിട്ടുന്ന മഹാഭാഗ്യം. പലപ്പോഴും ഉറക്കമില്ലാതെ തുറച്ച കണ്ണുകളുമായി അമ്മ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കുന്നത് മുറിഞ്ഞ ഉറക്കത്തിന്റെ ഇടവേളകളിൽ താൻ കണ്ടിട്ടുണ്ട്. ഉറക്കമില്ലായ്മ എന്ന ശാപത്തിന്റെ ശക്തി എത്രമാത്രം അസഹനീയമാണ്. അമ്മയുടെ മനസ്സ് എത്രത്തോളം അസ്വസ്ഥമായതുകൊണ്ടാവണം ഉറക്കം അമ്മയിൽ നിന്നും അകന്നു നിൽക്കുന്നത് എന്ന് സീമന്തിനി ആദ്യമായി ചിന്തിച്ചു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ തിരിഞ്ഞു കിടന്നു. മാവിന്റെ ശാഖകൾക്കിടയിലൂടെ ചന്ദ്രനെ കാണാം. നാളെ വൈശാഖ മാസത്തിലെ പൗർണമിയാണ്. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയുണ്ട്. അപ്പച്ചി വ്രതം നിൽക്കുന്ന ദിവസവുമാണ്. പൗർണമികളുടെ തലേ രാത്രികളിൽ മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു പതിവ്. എന്തൊക്കെയോ വെറുതെ മോഹിച്ചു പോയി. ഒരിക്കലും സാധിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും വലിയേട്ടന്റെ നിശ്ചയം അനുസരിച്ച് കാര്യങ്ങൾ മുൻപോട്ട് പോകൂ. ദല്ലാൽ കൊണ്ടുവന്ന വിവാഹാലോചനകളിൽ വലിയേട്ടന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കും. തന്റെ ഇഷ്ടാനിഷ്ടം അന്വേഷിക്കുക പോലുമില്ല. ഏട്ടന്മാർ തന്നോട് സംസാരിക്കാൻ പോലും മെനക്കെടാറില്ലല്ലോ എന്ന് അവൾ സങ്കടത്തോടെ ഓർത്തു. ഇവിടെ അമ്മയും താനും എന്നും വേറൊരു തട്ടിലാണല്ലോ. തങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു വിലയുമില്ല. അമ്മയ്ക്ക് ബുദ്ധിഭ്രമമുണ്ടെന്നുള്ള ഒരു ധാരണയും അവർ പരത്തിയിട്ടുണ്ട്. മൂത്ത ഏട്ടത്തി അമ്മമാർ പുറമേലേക്ക് വരുന്ന ശൂദ്ര സ്ത്രീകളോട് കാണിക്കുന്ന മമത പോലും തന്നോട് കാണിക്കാറില്ല. കമലേട്ടത്തി അമ്മ വന്നതിന് ശേഷമാണ് സ്നേഹിക്കാൻ അറിയാവുന്നവർ ഭൂമിയിൽ ഉണ്ടെന്ന് താൻ മനസ്സിലാക്കിയത്. പക്ഷെ അവർക്കും തന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഭരണം വലിയേട്ടത്തിയമ്മയുടെ കയ്യിലാണ്. രവീന്ദ്രേട്ടനുമായി താൻ അടുപ്പത്തിലാണെന്ന് തുറന്നു പറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് തനിക്ക് നല്ലതുപോലെ അറിയാം. ഏട്ടന്മാർ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും. ഇല്ല, അക്കാര്യം തുറന്നു പറയാനുള്ള ധൈര്യം തനിക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇനി രവീന്ദ്രേട്ടനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ വെച്ച് ആ ബന്ധം അവസാനിപ്പിക്കാം. അറിയാതെ തുടങ്ങി വെച്ച ബന്ധം. ഏട്ടന്റെ മക്കളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വരുമ്പോൾ ചായ മേശപ്പുറത്ത് കൊണ്ടുവെക്കുമ്പോഴുള്ള പുഞ്ചിരിയിലാണ് തുടക്കം. ആ പരിചയത്തിന്റെ പേരിൽ ക്ഷേത്രത്തിൽ വെച്ച് കാണുമ്പോഴുള്ള ലോഹ്യം പറച്ചിൽ. പിന്നെ വായിക്കാനുള്ള പുസ്തകം തരുന്നതോടൊപ്പം സമ്മാനിക്കുന്ന സ്നേഹത്തിന്റെ തിളക്കമുള്ള നോട്ടം. വിത്തിൽ നിന്നും മുളച്ചു പൊങ്ങിയ ഇളം പൂച്ചെടി വളരുന്നത് പോലെ ആ ബന്ധം സാവധാനം വളർന്നു വന്നു. അതിൽ പൂക്കളും കായ്കളും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു രണ്ടുപേരും. സീമന്തിനി ദീർഘമായി നിശ്വസിച്ചു. നിലാവിന്റെ വെളിച്ചം ഉഷസ്സിലേക്ക് കടക്കുന്നത് കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റു. ചായ്പിലേക്ക് പോകാം. അപ്പച്ചി തന്നെയും കാത്ത് കിടക്കുന്നുണ്ടാവും. തന്നെത്താൻ കുളിക്കാനുള്ള ആരോഗ്യം പോലും അവർക്കിപ്പോൾ ഇല്ല. തനിക്കിന്ന് ക്ഷേത്രത്തിൽ പോവാൻ പറ്റില്ലെന്ന് പറയാം. ഇനി മുതൽ രാമദാസേട്ടൻ പോവട്ടെ, അതാണ് നല്ലത്. കമലേട്ടത്തിയമ്മ ഇന്ന് പതിവിലും നേരത്തെ ഉണർന്നിട്ടുണ്ട്. പടിഞ്ഞാറേ മുറ്റത്ത് നിന്ന് വേലക്കാരിക്ക് എന്തോ നിർദ്ദേശം കൊടുക്കുകയാണ്. അടുത്തെത്തിയപ്പോൾ സീമന്തിനി ചോദിച്ചു, ഏട്ടത്തിയമ്മ ഇന്ന് നേരത്തെ ഉണർന്നോ? നിന്റെ ഏട്ടന് പുലർച്ചയ്ക്ക് എവിടെയോ പോകാനുണ്ടായിരുന്നു. ചായ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റതാ. സീമന്തിനിയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയിട്ട് അവർ ചോദിച്ചു, നീ ഉറങ്ങിയില്ലേ ഇന്നലെ? അതോ കരഞ്ഞോ? നിന്റെ കൺപോള വിങ്ങിയിരിക്കുന്നല്ലോ കുട്ടി. ഇന്നലെ അത്താഴം പോലും കഴിക്കാതെ തലവേദനയാണെന്ന് പറഞ്ഞ് നീ പോയി കിടന്നില്ലേ? അവൾ അല്പസമയം മിണ്ടാതെ നിന്നു. പിന്നെ പതഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഇന്നലെ അല്പം തലവേദന ഉണ്ടായിരുന്നു. നല്ലവണ്ണം ഉറങ്ങാനും പറ്റിയില്ല. കമല പറഞ്ഞു, എനിക്കറിയാം എന്താ കാര്യമെന്ന്. അടുക്കളയിലേക്ക് നടക്കവേ സീമന്തിനി പറഞ്ഞു, ഇന്ന് പൗർണമിയാണ് ഏട്ടത്തിയമ്മേ. ഞാൻ ചായ്പിൽ ചെന്ന് അപ്പച്ചിയെ കുളിക്കാൻ സഹായിക്കട്ടെ. ക്ഷേത്രത്തിൽ പോകണമല്ലേ? ഞാൻ ഇനി അമ്പലത്തിലേക്ക് പോകുന്നില്ലെന്ന് വെച്ചു. രവീന്ദ്രന് പുസ്തകം തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. പക്ഷെ ഞാൻ പോകുന്നില്ല. എന്നെങ്കിലും ഏട്ടത്തിയമ്മ പോകുമ്പോൾ ഏൽപ്പിച്ചാൽ മതി. ഇന്ന് തിരിച്ചു കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് പോകാം, ഞാനും വരാം. ജാനകി ഉണ്ടല്ലോ അടുക്കളയില്. ജോലി അവരങ്ങ് ചെയ്യട്ടെ. സീമന്തിനി ചായ്പിലേക്ക് നടന്നു.
അപ്പച്ചി കിടക്കുകയാണ്. സീമന്തിനി അവരെ എഴുന്നേൽപ്പിച്ചു. കുളിമുറിയിൽ കൊണ്ടുപോയി. അപ്പച്ചിയുടെ ആരോഗ്യം ദിവസം ചെല്ലുന്തോറും മോശമായി വരികയാണ്. ഇനി എത്ര പൗർണമി നാൾ അവർ ജീവിച്ചിരിക്കുമെന്നറിയില്ല. മുണ്ഡനം ചെയ്ത തല തടവിക്കൊണ്ട് അവർ പറഞ്ഞു, ഈയിടെയായി തീരെ വയ്യ കുട്ടിയെ, ജന്മം തീരാറായെന്നാ തോന്നുന്നേ. സീമന്തിനി സ്വരം താഴ്ത്തി പറഞ്ഞു. ക്ഷീണം തോന്നുന്നെങ്കില് വ്രതം വേണ്ടാന്ന് വെച്ചുകൂടെ അപ്പച്ചി? അതിരാവിലെ തണുത്ത വെള്ളത്തിലുള്ള ഈ കുളി വേണ്ടെന്ന് വെക്കണം. പ്രാതലെല്ലാം കഴിഞ്ഞ് എന്നത്തെയും പോലെ ചൂടുവെള്ളത്തിൽ മേൽ കഴുകിയാൽ പോരെ? പോരാ പോരാ, പൗർണമി വ്രതം ഞാൻ മുടക്കില്ല. എപ്പോഴാ ദൈവം കണ്ണു തുറക്കുക എന്നറിയില്ല. എന്റെ ശ്വാസം നിൽക്കുന്നത് വരെ എന്റെ കുഞ്ഞിനു വേണ്ടി ചെയ്യുന്ന ഈ വ്രതം ഞാൻ മുടക്കില്ല. പിന്നെ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. സീമന്തിനിയും കമലയും ക്ഷേത്രത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രാമദാസൻ ചെമ്പകപ്പൂക്കളുമായി മുന്നിലെത്തി കഴിഞ്ഞിരുന്നു. അയാൾ ഒരു കൊഞ്ചലോടെ പറഞ്ഞു, ദാ ചെമ്പകപ്പൂ, ഞാൻ മറന്നില്ല. കമല ചിരിച്ചുകൊണ്ട് പൂക്കൾ വാങ്ങി പൂക്കുടയിൽ വെച്ചു. സീമന്തിനി നിശബ്ദയായി നടക്കുന്നത് കണ്ടപ്പോൾ കമല ചോദിച്ചു, ഇന്നലെ ആ ദല്ലാൾ വന്നു പോയതിനു ശേഷമാണ് നിനക്ക് ഈ ഭാവം മാറ്റം? എന്തു പറ്റി നിനക്ക്? ഞാനെന്ന് ചോദിച്ചാൽ സത്യം പറയുമോ നീ? രവീന്ദ്രൻ നിന്നെ വിവാഹം കഴിക്കാമെന്നോ മറ്റോ വാക്ക് തന്നിട്ടുണ്ടോ? സീമന്തിനിയുടെ മുഖം വിളറി. ഏട്ടത്തിയമ്മയുടെ എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ച് അവൾ വീണ്ടും മൗനിയായി നടന്നതേയുള്ളൂ. പക്ഷേ അവളുടെ കണ്ണുകൾ ഈറനായിക്കൊണ്ടിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തോ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് നിന്റെ ഈ മൗനം വിളിച്ചു പറയുന്നുണ്ട്. സാരി തുമ്പുകൊണ്ട് അവൾ കണ്ണു തുടയ്ക്കുന്നത് കണ്ടപ്പോൾ കമലയ്ക്ക് വിഷമം തോന്നി. കമല പറഞ്ഞു, രവീന്ദ്രൻ നല്ല പയ്യനാണ്. പണത്തിന്റെ കുറവേയുള്ളൂ. പക്ഷേ നിന്റെ ഏട്ടന്മാരുടെ ദൃഷ്ടിയിൽ ആ ഒരു കുറവാണല്ലോ വലിയ കുറവ്. മറ്റാരും പറയുന്നത് കേൾക്കുന്ന സ്വഭാവമല്ല അവരുടേത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, രവീന്ദ്രനോടുള്ള അടുപ്പം ഒരു സുഹൃത്തിനോടോ സഹോദരനോടോ ഉള്ള അടുപ്പം പോലെ നീ കരുതിയാൽ മതി. ഭാവിയിൽ കൂടുതൽ വേദനയ്ക്ക് ഇടം കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്? സീമന്തിനി ഗദ്ഗതത്തോടെ പറഞ്ഞു. അതുകൊണ്ടാണ് ഏട്ടത്തിയമ്മേ ഞാൻ ഇനി ക്ഷേത്രത്തിലേക്കില്ലെന്ന് പറഞ്ഞത്. കമല അവളുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്തു ചെയ്യാം, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലല്ലോ കാര്യങ്ങൾ നടക്കുക. വേറെ ഏതെങ്കിലും വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് രവീന്ദ്രന്റെ കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞു നോക്കാം. പക്ഷേ ഇല്ല സീമന്തിനി, അതവർ നടത്തി തരുമെന്ന് എനിക്ക് ലേശം പോലും പ്രതീക്ഷയില്ല. ക്ഷേത്രത്തിലെത്തിയപ്പോൾ കമല പറഞ്ഞു, നീ വേഗം ചെന്ന് പുസ്തകങ്ങൾ രവീന്ദ്രനെ ഏൽപ്പിച്ചിട്ട് വരൂ. ഞാൻ അർച്ചന കഴിച്ചിട്ട് മണ്ഡപത്തിൽ നിൽക്കാം. വേണമെങ്കിൽ സംഗതികളെല്ലാം രവീന്ദ്രനോട് പറഞ്ഞിട്ട് വരൂ. തെക്കേ ഗോപുരത്തിലൂടെ നടന്ന് കമല വിഷ്ണു ക്ഷേത്രത്തിലേക്കും സീമന്തിനി ഹനുമാന്റെ ഉപക്ഷേത്രത്തിലേക്കും നടന്നു. രവീന്ദ്രൻ രഥത്തിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. സീമന്തിനിയെ കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് പ്രകാശം പരന്നു. അയാൾ ചിരിച്ചു. ഒരു അപ്സരസ് പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഒരു പൗർണമി വരണം. എന്താണ് പറയേണ്ടതെന്നറിയാതെ അവൾ അയാളുടെ മുഖത്ത് നോക്കി നിന്നു. അവളുടെ മുഖത്ത് പതിവ് പോലെ വിരിയാറുള്ള പുഞ്ചിരിയോ ലജ്ജയുടെ അരുണിമയോ കാണാതായപ്പോൾ അയാൾ ചോദിച്ചു, എന്തു പറ്റി ഇന്ന്? മുഖം വല്ലാതിരിക്കുന്നതെന്ത്? സുഖമില്ലേ നിനക്ക്? അവൾ പുസ്തകങ്ങൾ അയാളെ ഏൽപ്പിച്ചു. അവളുടെ കണ്ണുകളിൽ നനവ് പടരുന്നത് കണ്ടപ്പോൾ അയാൾ വെമ്പലോടെ ചോദിച്ചു, എന്താ സീമന്തിനി, എന്തുണ്ടായി? അവൾ പറഞ്ഞു, ഞാൻ പോകുന്നു. കമലേട്ടത്തിയമ്മ അവിടെ അർച്ചന കഴിഞ്ഞ് കാത്തു നിൽക്കും. ഒരു കാര്യം പറയാനാണ് വന്നത്. ഇനി അടുത്ത പൗർണമി മുതൽ ഞാൻ വരില്ല. എന്നെ കാത്ത് നിൽക്കണ്ട. അയാൾ അസ്വസ്ഥനായി. എന്തുണ്ടായി? വീട്ടിൽ വല്ല കുഴപ്പവും? രഥചക്രത്തിൽ മിഴികൾ ഊന്നി കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ പറഞ്ഞു, ഏട്ടന്മാർ എനിക്ക് വേണ്ടി വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഓ, അയാളുടെ സ്വരം നന്നേ താഴ്ന്നിരുന്നു. അവർക്കിടയിൽ കനത്ത നിശബ്ദത കരിമ്പാറ പോലെ ഉറച്ചു നിന്നു. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ലല്ലോ അല്ലേ? സ്വന്തമായി ഒരു വീടോ മണ്ണോ പോലുമില്ലാത്ത ഭിക്ഷാന്തേഹിയാണ് ഞാൻ. നിറമിഴികളോടെ അവൾ അയാളുടെ മുഖത്ത് നോക്കി നിന്നതേയുള്ളൂ. കൃത്രിമമായ ഒരു പുഞ്ചിരി വരുത്തി അയാൾ തുടർന്നു, സീമന്തിനി സുഖമായി ജീവിക്കൂ. ഒന്നാലോചിച്ചാൽ ഞാൻ മോഹിച്ചതാണ് തെറ്റ്. നിങ്ങളോടൊപ്പം എത്താൻ എനിക്ക് എന്ത് അർഹതയിരിക്കുന്നു? ഒക്കെ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എങ്കിലും ഇഷ്ടപ്പെട്ടു പോയി. സാരമില്ല, പുതിയ ജീവിതം കിട്ടുമ്പോൾ സീമന്തിനിക്ക് ഇതൊക്കെ വേഗം മറക്കാൻ പറ്റും. ഉറക്കത്തിൽ കണ്ടാസ്വദിച്ച് ഉണരുമ്പോൾ മറന്നു പോകുന്ന ഒരു സുന്ദര സ്വപ്നം എന്ന പോലെ അയാൾ പതിവ് പോലെ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ കണ്ണുകളിലെ നേർത്ത രക്തലോമികൾ തെളിഞ്ഞു വരുന്നത്
അവൾ കണ്ടു. അയാൾ ചോദിച്ചു, വേറെ പുസ്തകം വേണ്ടേ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട. തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലോ? പറ്റിയില്ലെങ്കിൽ വേണ്ട. ഈ പുസ്തകങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി വെച്ചാൽ മതി. പിടിച്ചോളൂ. അയാളുടെ കയ്യിൽ നിന്നും പുസ്തകം വാങ്ങിച്ച് യാത്ര ചോദിക്കാതെ അവൾ തിരിഞ്ഞു നടന്നു. അവൾക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി. തല കുമ്പിട്ടുകൊണ്ട് ചിറകുടിഞ്ഞ ഒരു പക്ഷി കണക്കെ അയാൾ സാവധാനം നടന്ന് തെക്കേ ഗോപുര നടവഴി ഇറങ്ങിപ്പോയി. സീമന്തിനി പ്രധാന നടയിലെത്തിയപ്പോൾ കമലേട്ടത്തിയമ്മ അർച്ചന കഴിഞ്ഞ് പ്രസാദവും തീർത്ഥവും വാങ്ങി കാത്തു നിൽക്കുകയായിരുന്നു. പ്രദക്ഷിണം വെച്ച് അവർ വേഗം വീട്ടിലേക്ക് നടന്നു. കമല ചോദിച്ചു, രവീന്ദ്രനെ കണ്ടോ? സീമന്തിനി പുസ്തകങ്ങൾ കമലയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, 2 പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്. വേണ്ടെന്ന് പറഞ്ഞിട്ടും. അത് സാരമില്ല. ആ ബന്ധം അവസാനിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു സുഹൃത്ത് ബന്ധം പോലെ അതങ്ങ് തുടരാമല്ലോ. അതിനപ്പുറം ആഗ്രഹിക്കേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ഭാവിയിൽ കൂടുതൽ ദുഃഖിക്കാതിരിക്കാൻ. എനിക്കറിയാം ഏട്ടത്തിയമ്മേ, അടുത്ത പൗർണമി മുതൽ കാത്തിരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ ഒരു സുഹൃത്തിനെ പോലെയോ സഹോദരിയെ പോലെയോ കാണാൻ ഇനി രവീന്ദ്രേട്ടന് പറ്റുമെന്ന് തോന്നുന്നില്ല. കമല അവളുടെ ചുവന്ന കണ്ണുകളിലേക്ക് നോക്കി. അവയുടെ ആഴത്തിൽ ഇളകിമറിയുന്ന നൈരാശ്യത്തിന്റെ കയം അവൾക്ക് കാണാമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ചെറിയമ്മ അടുക്കളയിൽ നിന്ന് പ്രാതലൊരുക്കുന്നത് കണ്ടു. അവർ സന്തോഷവതിയാണിപ്പോൾ. സീമന്തിനിക്ക് വിവാഹാലോചനകൾ വന്നെന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവർക്ക് സമാധാനം കണ്ടെത്തിയതുപോലെയായി. കമലയെ കണ്ടപ്പോൾ ചെറിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ 2 പേരും ക്ഷേത്രത്തിൽ പോയെന്ന് ജാനകി പറഞ്ഞു. സേതുവിനുള്ള ഉപ്പുമാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. മൂത്തവനും ഭാര്യയ്ക്കും വേണ്ടി ജാനകി എന്തോ ഒരുക്കുന്നു. ജയ 2-3 പ്രാവശ്യം സീമന്തിനിയെ വിളിക്കുന്നത് കേട്ടു. അവൾക്ക് വേണ്ടി ഏലക്കായ ചേർത്ത പാല് ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കൊണ്ട് കൊടുക്ക്. കമലയുടെ പിന്നിൽ വന്നു നിന്ന സീമന്തിനിയെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, ഇവൾക്ക് എന്തു പറ്റിയ കമലെ? ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഈ വല്ലായ്മ. കുട്ടിക്ക് അസുഖം വല്ലതുമുണ്ടോ? ഒന്നുമില്ലമ്മേ. ആ പാൽ ഗ്ലാസ് ഇങ്ങതാ. ജയേട്ടത്തി അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് വരട്ടെ. സീമന്തിനി മുകളിലേക്ക് പോയപ്പോൾ ചെറിയമ്മ ചോദിച്ചു, കമലേ, ഞാൻ പറഞ്ഞ കാര്യം നീ സദാനന്ദനോട് പറഞ്ഞോ? ഓ, എന്തു പറഞ്ഞു സദാനന്ദൻ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെറിയമ്മയോട് പറഞ്ഞാൽ അവരുടെ സമനില തെറ്റും. സംശയമില്ല. അവൾ മനഃപൂർവ്വം കള്ളം പറഞ്ഞു. ചെറിയമ്മ പറഞ്ഞതുപോലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. എങ്കിലും വലിയേട്ടൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കൂ എന്നും എന്നോട് പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് രവീന്ദ്രൻ തന്ന പുസ്തകം വായിച്ചുകൊണ്ട് കുറെ നേരം കിടന്നപ്പോൾ കണ്ണുകൾ ഒരു ചെറിയ മയക്കത്തിലേക്ക് തെന്നി വീണു. സീമന്തിനി ഏങ്ങി ഏങ്ങി കരയുന്നതായും തന്നോട് എന്തൊക്കെയോ പറയുന്നതായും സ്വപ്നം കണ്ട് കമല ഞെട്ടിയുണർന്നു. സമയം സന്ധ്യയോടടുത്ത് കഴിഞ്ഞിരുന്നു. വാതിലിൽ തട്ടുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. സീമന്തിനിയാണ്. ഏട്ടത്തിയമ്മ കാപ്പി കുടിക്കാനൊന്നും അങ്ങോട്ട് വരാത്തത് എന്താണെന്ന് നോക്കാൻ വന്നതായിരുന്നു. ഞാൻ ആ പുസ്തകം വായിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. മയങ്ങിപ്പോയി. നീ എന്നോട് എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നതായി സ്വപ്നവും കണ്ടു. ഉണർന്നപ്പോഴാണ് നേരം ഇത്രയും ആയെന്നറിഞ്ഞത്. സീമന്തിനി മുറിക്കകത്തേക്ക് കയറി സ്വരം താഴ്ത്തി കമലയോട് പറഞ്ഞു, വൈകിട്ട് ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ ചാവടിയിലേക്ക് പോയതാണ് വലിയേട്ടത്തിയമ്മ. ഇതുവരെ തിരിച്ചു വന്നില്ല. എന്തിനാണാവോ? കട്ടിലിനടുത്തുള്ള ജനാല തുറന്ന് കമലയും സീമന്തിനിയും ചാവടി ഭാഗത്തേക്ക് നോക്കി. വരാന്തയിൽ തന്നെയുണ്ട് വലിയേട്ടത്തിയമ്മയും ചെറിയമ്മയും. 2 പേരും ദേഷ്യത്തിലാണെന്ന് മുഖഭാവം കണ്ടാൽ അറിയാം. വലിയേട്ടത്തിയമ്മ 2 കൈയും കൊണ്ടും ആംഗ്യം കാണിച്ച് എന്തൊക്കെയോ കട്ടായമായി പറയുന്നുണ്ട്. ചെറിയമ്മ നെറ്റി ചൊളിച്ച് കണ്ണുകൾ വികസിപ്പിച്ച് അതേ ഭാവത്തിൽ മറുപടി കൊടുക്കുന്നുമുണ്ട്. അവസാനം എന്തൊക്കെയോ താക്കീത് നൽകുന്നത് പോലെ വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് വലിയേട്ടത്തിയമ്മ കനത്ത ചൂടുവയ്പോടെ ഇറങ്ങിപ്പോകുന്നതും കണ്ടു. ചെറിയമ്മ തലയിൽ കൈവച്ച് അസ്വസ്ഥതയോടെ തറയിലിരിക്കുന്നതും കണ്ടു. സീമന്തിനി പറഞ്ഞു, എന്തോ സ്വത്തിന്റെ കാര്യമായ ഏട്ടത്തിയമ്മേ. എന്താണെന്ന് എനിക്കറിയില്ല. അമ്മ കുറച്ച് സമാധാനത്തോടെ നടക്കാൻ തുടങ്ങിയതായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കുമോ എന്തോ. അവർ മുറിയിൽ നിന്നിറങ്ങി അടുക്കളയിലേക്ക് നടക്കവേ ഒരു കൊടുങ്കാറ്റ് പോലെ തളത്തിൽ വലിയേട്ടത്തിയമ്മ കോണിപ്പടികൾ കുലുക്കി വിറപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടു. അധ്യായം 17. പടിഞ്ഞാറേ മുറ്റത്ത് നിന്നുകൊണ്ട് ചെറിയമ്മ കമലയെ കൈകൊട്ടി വിളിച്ചു, ഒന്നിവിടം വരൂ കുട്ടിയെ. കമല
അവരുടെ പിന്നാലെ ചാവടിയിലേക്ക് നടന്നു. മുറിക്കുള്ളിലെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഈയിടെ സീത കുറച്ചേറെ ലോഹ്യം എന്നോട് കാണിച്ചിരുന്നത് നീ ശ്രദ്ധിച്ചോ? അതിനു പിന്നിൽ എന്തെങ്കിലും ദുഷ്ടവിചാരം കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് തെറ്റിയില്ല കമലേ. അല്പം മുമ്പ് അവൾ ഇവിടെ വന്നു. എന്റെ പേരിലുള്ള സ്വത്ത് അവൾ എന്റെ ഭർത്താവിന്റെ ആൺമക്കളുടെ പേർക്ക് ഇഷ്ടദാനം കൊടുക്കണമെന്നും ന്യായമായ സ്ത്രീധനം കൊടുത്ത് സീമന്തിനിയെ കെട്ടിച്ചു വിടാമെന്നും പറയുന്നു. ചെറിയമ്മ എന്തു മറുപടി പറഞ്ഞു? എന്തിനാ അങ്ങനെ കൊടുക്കേണ്ടത് കമലേ? എന്റെ ഭർത്താവ് എനിക്ക് തന്നതല്ലേ? അത് എന്റെ മകൾക്ക് അവകാശപ്പെട്ടതല്ലേ? എത്രയോ വർഷം കൊണ്ട് അതിൽ നിന്നുള്ള ആദായം അവരല്ലേ എടുക്കുന്നത്? കല്യാണ ചെലവിലുള്ള പണം അതിൽ നിന്നെടുത്ത് കല്യാണം നടത്തണമെന്നും സ്ത്രീധനമായി എന്റെ പേരിലുള്ള സ്വത്ത് ഞാൻ അവൾക്ക് കൊടുക്കുമെന്നും പറഞ്ഞപ്പോൾ സീതയുടെ ഭാവം മാറിയില്ലേ? എങ്കിൽ പെണ്ണ് നിത്യകന്യകയായി നിൽക്കേയുള്ളൂ എന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. കമല അവരുടെ മുഖത്ത് നോക്കി നിശബ്ദയായി നിന്നു. ചെറിയമ്മ ആത്മകഥമെന്നോണം തുടർന്നു. ഇപ്പോൾ ഇത്രയും ഉണ്ടായിട്ട് തന്നെ എന്റെയും മകളുടെയും ഗതി ഇങ്ങനെ. എല്ലാം അവരുടെ പേരിൽ എഴുതി കൊടുത്താലുള്ള ഗതി എന്തായിരിക്കും? കോളേജിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവൾ എത്ര കെഞ്ചി പറഞ്ഞതാണെന്നോ? എന്നിട്ട് പഠിപ്പിച്ചോ അവളെ അവര്? അവളോട് കാണിക്കുന്ന ഈ വേർകൃത്യത്തിന്റെ ശിക്ഷ എന്നെങ്കിലും അനുഭവിക്കാതിരിക്കുമോ? എന്റെ ഹൃദയം നൊന്തിട്ടാണ് ഞാൻ പറയുന്നത് കമലേ, നിനക്കൊന്നും തോന്നരുത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചെറിയമ്മേ. കമലയ്ക്കറിയൂ, ചായ്പിലെ അപ്പച്ചിയുടെ പേരിലുള്ളതൊക്കെ ഇവര് 3 പേരും എഴുതി വാങ്ങി. രാമദാസിന് ബുദ്ധിയില്ലല്ലോ. മരണം വരെ അവരെ 2 പേരെയും സംരക്ഷിക്കാമെന്നും രാമദാസിന് ഒരു ബുദ്ധിമുട്ടും വരുത്തുകയില്ലെന്നും ഒക്കെ പറഞ്ഞ് അവർ അവരുടെ സ്വത്ത് എഴുതി വാങ്ങിച്ചു. വിറക് കീറിയും തെങ്ങിന് തടം കോരിയും നാളികേരം പൊതിച്ചും അവരുടെയൊക്കെ തല്ലുവാങ്ങിയും കഷ്ടപ്പെടുകയല്ലേ ആ മന്ദബുദ്ധി. അപ്പച്ചിയുടെ ചായ്പിൽ കാലുകുത്താറുണ്ടോ അവരാരെങ്കിലും? വൃദ്ധയുടെ ശരീരത്തിലെ അഴുക്ക് കഴുകിക്കളയാനും അവരുടെ തൊണ്ട നനച്ചു കൊടുക്കാനും എന്റെ മകളല്ലേ ഉള്ളൂ. ഞാൻ എന്റെ സ്വത്ത് മുഴുവൻ എഴുതി കൊടുത്താൽ ഞങ്ങളുടെ ഗതിയും ഇത് തന്നെ ആയിരിക്കില്ലേ? ചെറിയമ്മ വെറുതെ ചിന്തിച്ച് ആദ്യ കയറ്റണ്ട. സമാധാനത്തോടെ ആലോചിച്ച് ശരിയെന്ന് തോന്നുന്നത് ചെയ്താൽ മതി. എങ്കിലും കമലെ, പെണ്ണ് കന്യകയായി നിൽക്കുകയേ ഉള്ളൂ എന്ന് പറയാൻ തോന്നിയല്ലോ സീതയ്ക്ക്. അത് വെറുതെ ചെറിയമ്മയെ പേടിപ്പിക്കാൻ പറഞ്ഞതാവും. ചെറിയമ്മ കാര്യമാക്കണ്ട. വലിയേട്ടത്തി അമ്മയ്ക്ക് ദേഷ്യം വന്നാൽ അങ്ങനെയാണെന്ന് അറിയാമല്ലോ. കമല അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ചെറിയമ്മ പറഞ്ഞു, നീ സദാനന്ദനോട് പറയണം നല്ല ഒരിടത്ത് അവളെ കെട്ടിച്ചയക്കണമെന്ന്. ഇനി അധികം നീട്ടിക്കൊണ്ടു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ പൊയ്ക്കോ. ഇത് പറയാനാ നിന്നെ വിളിച്ചത്. കമല ചാവടിയിൽ നിന്നിറങ്ങി. വീടിനുള്ളിൽ കയറാൻ തോന്നിയില്ല. ആകെ ഒരു മടുപ്പ് പോലെ അവൾ പടിഞ്ഞാറേ വളപ്പിലേക്ക് നടന്നു. പല ജാതി വൃക്ഷങ്ങളുള്ള ആ കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയമാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അല്പ ഏകാന്തതയ്ക്ക് വേണ്ടി അവൾ അങ്ങോട്ട് നടന്നു. വല്ലാത്ത വിരസത മനസ്സിൽ പതഞ്ഞുയരുന്നു. ജനിച്ച വീട്ടിൽ നിന്ന് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചു. കാരാഗ്രഹത്തിലാണ് താനിപ്പോൾ. സ്വത്തിനോട് അമിതമായ ആർത്തിയുള്ള ഒരു കൂട്ടം മനുഷ്യർ. ഇവരോടൊപ്പമുള്ള ജീവിതം മടുത്തു. പക്ഷെ സഹിക്കുകയല്ലാതെ എന്തുണ്ട് നിവർത്തി? എല്ലാം ഇട്ടെറിഞ്ഞ് വീട്ടിൽ പോയാൽ അച്ഛനും അമ്മയ്ക്കും അത് മതി ആദ്യ കയറാൻ. മകൾ രാജ്ഞിയെപ്പോലെ ഈ കൊട്ടാരത്തിൽ കഴിയുമെന്ന അവരുടെ വിചാരം. ഒന്ന് ആലോചിച്ചാൽ തനിക്ക് എന്താണ് ഇവിടെ ഒരു ബുദ്ധിമുട്ട്? ഏട്ടത്തി അമ്മമാരെ പോലെ തനിക്ക് സുഖമായി കഴിയരുതോ? തന്റേത് മാത്രമായ ഏത് കാര്യം പറഞ്ഞാലും അദ്ദേഹം അത് സാധിച്ചു തരാൻ തയ്യാറാണ്. താൻ ഒന്നും ആവശ്യപ്പെടാറില്ലെന്നതാണല്ലോ സത്യം. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വാർത്ഥത തനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. സ്വത്തിനോടുള്ള ആർത്തി അദ്ദേഹത്തിനും ഒട്ടും കുറവല്ല. മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കാനുള്ള കഴിവ് പോലും അദ്ദേഹത്തിനില്ലെന്ന് പല സന്ദർഭങ്ങളിലും താൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വീട്ടിലെ എല്ലാ അംഗങ്ങളും കൂടിയിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കുന്ന പതിവേ ഈ വീട്ടിലില്ല. ആണുങ്ങൾ 3 പേരും സന്ധ്യ കഴിഞ്ഞ് പൂമുഖത്ത് കൂടും. കാര്യങ്ങൾ സംസാരിക്കും. വലിയേട്ടന്റെ തീരുമാനം ഇളയവർ 2 പേരും ശരിവെക്കും. ആ തീരുമാനം മിക്കവാറും വലിയേട്ടത്തിയമ്മയുടേതായിരിക്കും. കമല കുറെ നേരം വൃക്ഷങ്ങൾക്കിടയിലൂടെ നടന്നു. കണ്ടെത്താത്ത വിസ്താരത്തിൽ കാണുന്ന പച്ചപ്പിനിടയിൽ മഞ്ഞച്ചായം പൂശിയ പോലെ സർവാംഗം പൂത്തലിഞ്ഞു നിൽക്കുന്ന കൊന്നമരങ്ങളുടെ ഭംഗി നോക്കി അവൾ നിന്നു. ഏട്ടത്തിയമ്മേ, ഇന്ന് പതിവില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട്? എന്നെ കൂട്ടിന് വിളിക്കാതെ ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ. സീമന്തിനിയുടെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. വെറുതെ ഇങ്ങോട്ടൊന്ന് നടന്നുവെന്നേ ഉള്ളൂ. പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു, മതിയായി അല്ലേ ഏട്ടത്തിയമ്മേ? ഒരു വശത്ത് വലിയേട്ടത്തിയമ്മ, മറുവശത്ത് സദാനന്ദേട്ടൻ, പിന്നൊരു വശത്ത് എന്റെ അമ്മ.
ആകെ അങ്ങ് മടുത്തു കാണും ഏട്ടത്തിയമ്മ അല്ലേ? ആര് പറഞ്ഞു തന്നു നിനക്കിതൊക്കെ? എനിക്കറിയാം. ഓർമ്മയായപ്പോൾ മുതൽ ഞാൻ കാണുന്നതല്ലേ ഇവിടെ ഓരോരുത്തരുടെ സ്വഭാവവും രീതികളും. എന്റെ അമ്മയ്ക്ക് ആ സ്വത്ത് ഏട്ടന്മാർക്ക് കൊടുത്താൽ എന്താ? എനിക്ക് വേണ്ട ഇതൊന്നും. മനസ്സമാധാനം മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. അമ്മയും ഈ വാശി കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ചെറിയമ്മ അവർക്ക് അവകാശപ്പെട്ടതല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൽ ന്യായമുണ്ട്. മറ്റുള്ളവർ അവർക്ക് അവകാശപ്പെടാത്തതാണ് മോഹിക്കുന്നത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. സീമന്തിനി പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ പറഞ്ഞു, ജയേട്ടത്തിയമ്മയെ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടു പോകാൻ അവരുടെ അനുജൻ വന്നിരിക്കുന്നു. അത് പറയാനാണ് ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ അതങ്ങ് മറന്നുപോയി. അവർ വീട്ടിലേക്ക് നടന്നു. അടുക്കള മുറ്റത്തെത്തിയപ്പോൾ ജാനകി പറഞ്ഞു, കമലാക്ഷി കുഞ്ഞിനുണ്ട്, ജയക്കുഞ്ഞ് വിളിക്കുന്നു. കമല വേഗം കോണിപ്പടികൾ കയറി മുകളിൽ ചെന്നു. ജയേട്ടത്തിയമ്മ കട്ടിലിന്റെ ഓരത്ത് കാലുകൾ താഴെ തൂക്കിയിട്ടിരിക്കുകയാണ്. നീരുകൊണ്ട് വിങ്ങിയ കാൽപാദങ്ങൾ കണ്ണാടി പോലെ തിളങ്ങുന്നു. എന്നെ വിളിച്ചു ഏട്ടത്തിയമ്മ. എന്റെ അനുജൻ വന്നിട്ടുണ്ട്. എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ കമല എന്റെ പെട്ടിയൊന്ന് ഒരുക്കി തരണം. സേതുവേട്ടൻ എത്തുമ്പോൾ വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ വെളുപ്പിനെ 5 മണിക്കാണ് പുറപ്പെടേണ്ട സമയം. അതിനെന്താ, ഞാൻ സാധനങ്ങളൊക്കെ പെട്ടിയിൽ എടുത്തു വെക്കാമല്ലോ. അവരുടെ നിർദ്ദേശപ്രകാരം സാരികളും മറ്റും കമല പെട്ടിക്കുള്ളിൽ അടുക്കി വെച്ചു. ഫ്രിഡ്ജ് തുറന്ന് തണുത്ത മാമ്പഴച്ചാറ് ഗ്ലാസ്സിലെടുത്ത് കമലയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു, ഇരിക്കു കമലെ, ഇത് കുടിക്കേ. ജയേട്ടത്തിയമ്മ ഇത്രയും അടുപ്പം കാണിച്ചതിൽ കമല സന്തോഷിച്ചു. കമല മാമ്പഴച്ചാറ് മുത്തിക്കുടിക്കവേ ജയേട്ടത്തിയമ്മ പറഞ്ഞു, ഞാൻ എന്റെ ലേഡി ഡോക്ടറെ കാണാൻ പോവുകയാണ്. കമല വരുന്നോ? ഒന്ന് പരിശോധിപ്പിച്ചാലെന്താ? ഇത്രയും മാസങ്ങളായിട്ട് കമലയ്ക്ക് വിശേഷമൊന്നും ഉണ്ടാകാത്തതെന്താ? ഡോക്ടറെ ഒന്ന് കാണുന്നതാ നല്ലതെന്ന് തോന്നുന്നു. കമല പുഞ്ചിരിയോടെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഇപ്പോഴേ എന്തിനാ ഏട്ടത്തിയമ്മേ, കുറച്ചുകൂടി കഴിയട്ടെ. അവർ ചിരിച്ചു. ആദ്യത്തെ കുട്ടി വേഗം ജനിക്കുന്നതാ നല്ലത്. കമല പറഞ്ഞു. ജയേട്ടത്തിയമ്മ പ്രസവമൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷം സൗകര്യം പോലെ ഒരു ദിവസം നമുക്ക് പോകാം. കമലയുടെ ഇഷ്ടം പോലെ. കമല എഴുന്നേറ്റു. നാളെ വെളുപ്പിനെ പോവുകയാണല്ലേ, നല്ല ഒരു മോനെ പ്രസവിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. അവർ പുഞ്ചിരി തൂകി. കമല ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ പെണ്ണിനോട് പറയണം എനിക്ക് കഞ്ഞി നേരത്തെ കൊണ്ടുവരണമെന്ന്. 8 മണിക്ക് മുമ്പേ അത്താഴം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ബാർലി വെള്ളം അല്പം കൂടുതൽ കൊണ്ടുവരണമെന്ന് പറയണം. ഏത് പെണ്ണിനോട്? സീമന്തിനിയോടോ? മനസ്സിലായെങ്കിലും കമല എടുത്തു ചോദിച്ചു. അവളോട് തന്നെ. കുറെ ദിവസങ്ങളായി സമയത്തിനൊന്നും അവൾ ആഹാരം കൊണ്ടുവരുന്നില്ല. വിവാഹാലോചനകളൊക്കെ വന്നില്ലേ, അതിന്റെ അഹങ്കാരമായിരിക്കും. തേക്കുംകാട് മഠത്തിന്റെ പകുതി സ്വത്തും കൊണ്ട് കടക്കാമല്ലോ എന്നായിരിക്കും. ജയേട്ടത്തിയമ്മയ്ക്കും ആവശ്യം വരുമ്പോൾ സംസാരിക്കാൻ നല്ലതുപോലെ അറിയാമല്ലോ എന്ന് കമല ഓർത്തു. അവൾ പറഞ്ഞു, അയ്യോ, അവൾക്ക് അങ്ങനെയൊന്നുമില്ല ഏട്ടത്തിയമ്മേ, പാവമാണവൾ. പാവം. ഭ്രാന്തി ചെറിയമ്മ അതിനേക്കാൾ പാവം. ഭ്രാന്താണെങ്കിൽ സ്വത്ത് മുഴുവൻ കൈയടക്കി വെക്കണമെന്ന് നിശ്ചയമുണ്ട് അവർക്ക്. ചെറിയമ്മയ്ക്ക് ഭ്രാന്തൊന്നും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. എന്തോ എനിക്കറിയില്ല. ഞാൻ ഈ അലവലാദികളോടൊന്നും സംസാരിക്കാൻ പോകാറില്ല. ഒന്നെനിക്കറിയാം, സ്വത്ത് മുഴുവൻ ആ പെണ്ണിന് കൊടുക്കാൻ ആ സ്ത്രീയുടെ ഉദ്ദേശ്യം. കമല ശാന്തസ്വരത്തിൽ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അച്ഛന്റെ വിൽപത്രപ്രകാരം അവർക്ക് അവകാശപ്പെട്ട സ്വത്തല്ലേ അവർ മകൾക്ക് കൊടുക്കുന്നത്? നമ്മളായാലും അങ്ങനെയല്ലേ ചെയ്യൂ? സ്വത്ത് അവരുടേതാണെങ്കിലും അതിലെ ആദായമൊക്കെ നമ്മൾ തന്നെയല്ലേ ഇപ്പോൾ അനുഭവിക്കുന്നത്? ജയേട്ടത്തിയമ്മയും അതേ സ്വരത്തിൽ കളിയാക്കുന്നത് പോലെ പറഞ്ഞു. അപ്പോൾ വലിയേട്ടത്തിയമ്മ പറഞ്ഞത് ശരിയാ. സദാനന്ദന്റെ ഭാര്യ ചെറിയമ്മയുടെയും മക്കളുടെയും പക്ഷം പറഞ്ഞു നടക്കുന്നത് ചെറിയമ്മയെ സ്വന്തം വശത്താക്കാനാണെന്ന് നേരത്തെ അവർ പറയുന്നത് കേട്ടു. ചെറിയമ്മ കയ്യിലൊതുങ്ങുകയാണെങ്കിൽ വിട്ടുകളയേണ്ട കമലെ. കമലയ്ക്ക് ചിലപ്പോൾ ചെറിയമ്മ എന്തെങ്കിലും തരും. അത് കേട്ടപ്പോൾ കമലയുടെ മനസ്സിൽ പൊടുന്നനെ രോഷം പടർന്നു കയറി. അത് മുഖത്ത് പ്രകടമാക്കാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. അവൾ പറഞ്ഞു, ഞാൻ അവരുടെ പക്ഷം പറയുന്നത് അവരുടെ സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല. ന്യായം അവരുടെ ഭാഗത്തുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രമേ പറഞ്ഞെന്നേയുള്ളൂ. അവർ ഇവിടെ എങ്ങനെ കഴിയുന്നെന്ന് ഏട്ടത്തിയമ്മയും കാണുന്നുണ്ടല്ലോ. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ സീമന്തിനി ഇവിടുത്തെ വേലക്കാരിയാണെന്നാ ഞാൻ വിചാരിച്ചത്. അതുപോലെയാണ് അവളുടെ ജീവിതം. കമല സംസാരം തുടരാൻ അവർ അനുവദിച്ചില്ല. അവർ പറഞ്ഞു, മതി കമലെ. കമല എന്തിനാ ഇതൊക്കെ പ്രസംഗിക്കുന്നത്? അതിനുവേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ചെറിയമ്മയുടെ സ്വത്തിനു വേണ്ടി പക്ഷം പറയുന്നെന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്. അതിലെനിക്ക് വിഷമമുണ്ട്.
പക്ഷം പറയുകയോ സ്വത്ത് വാങ്ങിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യേ, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനും അറിയില്ല. അവർ കട്ടിലിൽ കയറി പുറംതിരിഞ്ഞു കിടന്നു. മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ കമലയ്ക്ക് പലവര് തോന്നി വേണ്ടായിരുന്നു, ഇത്രയും ഒന്നും സംസാരിക്കണ്ടായിരുന്നു. ഇവരുടെയൊക്കെ മുന്നിൽ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും ഭംഗി. അടുക്കള വാതിക്കൽ നിന്ന് കമല സീമന്തിനിയോട് വിളിച്ചു പറഞ്ഞു, നിന്റെ ജയേട്ടത്തിയമ്മയ്ക്ക് കഞ്ഞി നേരത്തെ കൊണ്ടു കൊടുക്കണമെന്ന്, ബാർലി വെള്ളം കൂടുതൽ വേണമെന്ന്. കമല വേഗം മുറിയിൽ പോയി വാതിലടച്ചു കിടന്നു. കാർമേഘം പടർന്നു കയറിയതുപോലെ താൻ കാണിക്കുന്ന സ്നേഹത്തെ മറ്റുള്ളവർ ഇങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇരുകൂട്ടരുടെയും നടുക്കാണ് താൻ. അവരെ സ്നേഹിച്ചാൽ സ്വത്തിനു വേണ്ടിയാണെന്ന് ഏട്ടത്തിയമ്മമാർ പറയും. അവരുമായുള്ള അടുപ്പം വേണ്ടെന്ന് വെച്ചാൽ ചെറിയമ്മ തന്നെ തെറ്റിദ്ധരിക്കും. അവൾ ആകുലമായ മനസ്സോടെ കണ്ണുകൾ അടച്ച് ഏറെ നേരം കിടന്നു. സന്ധ്യാവേളയിൽ പ്രാർത്ഥിക്കാൻ പോലും അവൾ എഴുന്നേറ്റില്ല. മുറിക്കലിൽ ഭർത്താവിന്റെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ കണ്ണു തുറന്നു. വളരെ ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചതുപോലെ ഇരിക്കുന്നു. കമല ചോദിച്ചു, മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ, ഇന്ന് ദൂരെ വല്ലയിടത്തും പോയിരുന്നോ? അയാൾ ചോദിച്ചു, ഓ അത്ര ക്ഷീണമൊന്നുമില്ല, കാറിലല്ലേ പോയത്. ബിസിനസ് സംബന്ധമായ ഒരു കാര്യത്തിനാണ് പോയത്. ചോറ് വിളമ്പട്ടെ? വേണ്ട, നീ പോയി കഴിച്ചോളൂ, ഞാൻ കഴിച്ചിട്ടാണ് വരുന്നത്. അവൾ അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ അവളെ വലിച്ചടുപ്പിച്ച് അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, എന്റെ സുന്ദരിക്ക് ഞാൻ ഇന്നൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ അയാളുടെ മുഖത്ത് നോക്കി. അവിടെ തിളങ്ങിയിരുന്ന സ്നേഹഭാവം അവളുടെ മനസ്സിൽ അതുവരെ തളംകെട്ടി കിടന്ന അസ്വസ്ഥത മഞ്ഞുപോലെ ഉരുകി നീങ്ങുന്നത് അവൾ അറിഞ്ഞു. എവിടെ സമ്മാനം? അവൾ ചോദിച്ചു. നീ ചെന്ന് അത്താഴം കഴിച്ചിട്ട് വരൂ, പിന്നെ കാണിക്കാം. അപ്പോഴേക്കും ഞാനൊന്ന് കുളിക്കട്ടെ. അവൾ അടുക്കളയിലേക്ക് നടന്നു. തീൻമേശക്കരികിലിരുന്ന് വലിയേട്ടത്തിയമ്മ ഊണ് കഴിക്കുന്നു. കമലയെ കണ്ടപ്പോൾ അവരുടെ മുഖം വീർത്തു വന്നു. സീമന്തിനി അടുക്കളയിൽ ഉണ്ടായിരുന്നു. നീ ചോറുണ്ടോ? കമല ചോദിച്ചു. ഇല്ല, അമ്മയ്ക്ക് അത്താഴം കൊണ്ടു കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പച്ചിക്കും കൊടുത്തയച്ചു. സദാനന്ദേട്ടൻ വന്നോ? വന്നു. ആഹാരം കഴിച്ചിട്ടാണത്രേ വന്നത്. ഒന്നും വേണ്ടെന്ന്. വലിയേട്ടത്തിയമ്മ കൈ കഴുകി കോണിപ്പടികൾ ചവിട്ടി തെറിപ്പിച്ച് മുകളിൽ പോയി. അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കമല പറഞ്ഞു, സീമന്തിനി, നിന്റെ ഏട്ടൻ എനിക്ക് എന്തോ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. എന്താണെന്നറിഞ്ഞില്ല. സീമന്തിനി മനസ്സ് തെളിഞ്ഞു ചിരിച്ചു. ഓ, എന്തായിരിക്കും അത്? ഞാൻ പറയട്ടെ, സാരി ആയിരിക്കും. എന്താണെന്നറിയില്ല, അത്താഴം കഴിഞ്ഞ് ചെല്ലുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞു. നാളെ രാവിലെ കാണിക്കണേ. അതെന്തെന്ന്? പിന്നെ നിന്നെയല്ലാതെ മറ്റാരെ കാണിക്കാൻ? കമല സ്നേഹത്തോടെ പറഞ്ഞു. അത്താഴം കഴിഞ്ഞ് കൈ കഴുകി കമല ആകാംക്ഷയോടെ ഉറക്കറയിലേക്ക് പോയി. അടുത്ത ഭാഗം നാളെ.